ജീവിതത്തിൽ ഒരു ദൈവഭവനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സറാഫത്തീമിന്റെ ഭാവനയിൽ. ഞായറാഴ്ച പള്ളിയിൽ പോകണം. ഞായറാഴ്ച അറിയില്ലല്ലോ. ഞായറാഴ്ച 10 മണി വരെ തുറക്കുന്ന രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നുന്നു. ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇന്നലെ ഉപവാസത്തോടെ പ്രാർത്ഥനയ്ക്ക് പോവാ. നിങ്ങളോട് ഉണ്ടാക്കുണ്ടാക്കി എന്തോ വാങ്ങിയിരിക്കുന്നത്. തുണിയൊക്കെ വാഷിംഗ് മെഷീനില്ല, പേപ്പറില്ല, മിക്സിയില്ല, ഫ്രിഡ്ജില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉണ്ടെന്ന് പറയാം. വാഷിംഗ് മെഷീൻ ലൈമുണ്ട്, ഫ്രിഡ്ജ് ലൈമുണ്ട്, മിക്സി ലൈമുണ്ട്. അവന്റെ അർജുന്റെ മുകളിൽ ജിമ്മടിച്ചോണ്ടിരിക്കുക. അവനെ പിടിച്ച് പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഒന്ന് റെഡിയാവും. അവന്റെ ജിമ്മാടി നീ അവിടെ എന്താ കാണിക്കോ? എന്താ പരിപാടി? കോളേജിൽ പോകണം. എടാ ഞായറാഴ്ചയാണോ കോളേജോ? ഞായറാഴ്ചയായിരുന്നു. നീ അറിഞ്ഞില്ലേ? അപ്പനും മക്കളോട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ പോകുന്ന സമയം പെട്ടെന്ന് ഒരുങ്ങി. ഈ പെട്ടെന്ന് കൂടെ പള്ളിയിൽ പോവാം. നീ നമ്മുടെ മോനെ കാണുന്നില്ല. അവൻ ഇത്ര പെട്ടെന്ന് പള്ളിയിൽ പോയി. ബാറ്റും കൊണ്ട് പുറകെ കൂടെ പോകുന്നത് ഞാൻ കണ്ട്. നമുക്ക് പെട്ടെന്ന് എത്തണം. അവനെ കാര്യം നോക്കണ്ട. പെട്ടെന്ന് ശരി പെട്ടെന്ന് വരെ നമുക്ക് സാക്ഷിക്ക് മുമ്പത്തെ കൂടെ എത്താം. അടുക്കള സൈഡ് എല്ലാം അടച്ചു വെച്ചോ. പെട്ടെന്ന് പോ. പെട്ടെന്ന് ലോക്കി കേട്ടോ. ശരിക്കും ലോക്കി. എന്നാ രാവിലെ പോയിട്ട് അങ്ങോട്ടോ? ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ആരാധനയ്ക്ക് പോകേണ്ടത്. ആരാധനയ്ക്ക് പോവാം. ഞാനൊരു കാര്യം ചോദിക്കാനോ? ഞാൻ കമ്പ്യൂട്ടർ കളിക്കാനുണ്ടായിരുന്നു. ബില്ല് തിരികെ തന്നില്ലല്ലോ. എവിടെയാണ്? അയ്യോ, നിങ്ങളുടെ ബില്ല് ഞാൻ തന്നില്ലേ? ബൈബിളിനകത്ത് വെച്ചിരിക്കുക. ബൈബിളാകുമ്പോ സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. കഴിഞ്ഞ ആഴ്ച വെച്ചത് ഒരാഴ്ച ആഴ്ചയിൽ ഞായറാഴ്ച മാത്രമേ എടുക്കത്തുള്ളൂ. എന്നാ ശരിയാ, ഞങ്ങളെന്നാ കൂടെ പൊക്കോട്ടെ. വേറെ കാര്യം പറയാനുണ്ട്. നമ്മൾ കഴിഞ്ഞാഴ്ച പോയില്ലേ, ഒരു ബസ് നോക്കിയില്ലായിരുന്നോ? ഒരു മിനിറ്റ് ദേശി, നീ പൊക്കോ. ഞാനൊരു കാര്യം പറയുന്നത് സാക്ഷ്യത്തിന് മുമ്പ് എത്തണേ. സ്വതന്ത്രാധിക വയസ്സാണല്ലോ അല്ലേ? ശരി. പിന്നെ നമ്മൾ കഴിഞ്ഞാഴ്ച പോയി കണ്ട വസ്തു നമുക്ക് ഇന്ന് പോയി അഡ്വാൻസ് ചെയ്താലോ? ഈ ആഴ്ചയിൽ ആരാധനയ്ക്ക് പോയി, കഴിഞ്ഞ ആഴ്ചയിലും പോയില്ല. ഈ ആഴ്ചയിലും പോയി പാസ്സുമില്ലൊക്കെ പറഞ്ഞു. അത് സാരമില്ല, അടുത്ത ആഴ്ച ആരാധന ഉണ്ടല്ലോ. അതന്നെ നമുക്ക് ഇന്ന് ഞായറാഴ്ച പോയെങ്കിലേ അവിടെ കാണത്തുള്ളൂ. ഓഫീസെല്ലാം അവധിയല്ലേ, ഇന്ന് അവിടെ ആൾക്കാർ കാണും. ഒരു കാര്യം ചെയ്യാം, ആരാധനയ്ക്ക് അടുത്ത ആഴ്ചയിലും പോവാം. എന്നാ ശരി, നിങ്ങൾ വണ്ടി എടുത്ത് നമ്മൾ പോയേക്കാം. പത്രോച്ചായന്റെ ജീവിതത്തിൽ ഇതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചു. അത്യാസന്ന നിലയിലായിരുന്ന അദ്ദേഹത്തെ മക്കളും ബന്ധുക്കളും കൈവിട്ടു. എന്നാൽ ദൈവസഭ പത്രോച്ചായന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം സംഭവിച്ചു. തുറന്നു കാണുക പത്രോച്ചായന്റെ ഭവനം. നമ്മളിതുവരെ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. നമ്മളെ മോൻ പോലും നമ്മളെ ഉപേക്ഷിച്ച് പോകണം. നമുക്ക് എല്ലാവരും നഷ്ടപ്പെട്ടപ്പോഴും നമുക്ക് കൈത്താങ്ങായിട്ട് നമ്മുടെ പാസ്റ്ററും സഭാവിശ്വാസികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാലത്ത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പോയി അതിനുള്ള ശിക്ഷയാണ് ഈ കിട്ടിയിരിക്കുന്നത്. നീ ആ ഫോണെടുത്ത് പാസ്റ്ററിനെ വിളിച്ച് ഈ പാസ്റ്ററോട് സംസാരിക്കണം. താങ്കളുടെ അക്കൗണ്ടിൽ വേണ്ടത്ര ബാലൻസ് ഇല്ല. ദയവായി റീചാർജ് ചെയ്യുക. ഫോണിൽ പോലും പൈസ ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ അല്ലാതെ എന്ത് പറയാം. ആരോ വന്നു തോന്നി. ആ ഡോറ് തുറന്നു. ഹലോ മാസ്റ്ററുടെ കാര്യം ഞാൻ ഇപ്പോൾ ഓർത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. മാസ്റ്റർ ഞാൻ സുഖമായി വരുന്നു. എന്നാലും മാസ്റ്റർ ഞങ്ങൾക്ക് സങ്കടമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോൻ ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങളെ കൊണ്ട് പോയി.
നമ്മളെ വിട്ട് അവൻ ഓടിപ്പോയിരിക്കുകയാണ്. എവിടെയാന്ന് പോലും ഞാൻ അറിയുന്നില്ല. നമ്മള് ദിവസത്തിൽ പ്രാർത്ഥിക്കുക, നമ്മുടെ ദിവസത്തിൽ നേരാവണ്ണമായിരിക്കുക. നമ്മളെ കണ്ടാണ് നമ്മളെ പൈതങ്ങൾ വളരുന്നത്. നമ്മള് ദിവസത്തിൽ നേരെ നമ്മളെ പൈതങ്ങൾ നേരായിരിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ മകനെ ഞാൻ കണ്ടായിരുന്നു വഴിയിൽ വെച്ച്. ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഉപദേശങ്ങൾ കൊടുത്തു. കണ്ടായിരുന്നു ഉപദേശങ്ങൾ കൊടുത്തു. നേരായ വഴിയിൽ വരാൻ തീരുമാനമെടുത്തു. അപ്പച്ചനും അമ്മച്ചനും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുറത്ത് നിൽക്കുക. ഞാൻ വിളിക്കാം. അവൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. മോനെ മക്കളെ കേറി പോടാ. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ നഷ്ടപ്പെടുന്ന കരുതിയ മകൻ തിരിച്ചു വന്നു. ഞങ്ങളിൽ ഒരിക്കലും ഒരു ആരാധന മുടക്കത്തില്ല. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾ യഹോവയെ സേവിക്കണം. മോനെ ഇനി എല്ലാ ദിവസവും ചർച്ചയിൽ വരണം. അപ്പച്ചനെ അമ്മച്ചയും കൂട്ടിക്കൊണ്ട് വരണം. കേട്ടല്ലോ? നല്ല ദൈവപരമായിട്ട് ജീവിക്കണം. ഞാൻ തിരക്കിലാണ്. നമ്മുടെ ജോലി പ്രയർ ഉണ്ട്. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സന്ധ്യസമയത്ത് അങ്ങനെ പാതകത്തിലായിരിക്കാൻ കർത്താവ് സമയത്തിൽ വഴിവാങ്ങും. കർത്താവ് ഇപ്പോഴായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദിമേ കഴിഞ്ഞ ആളുകളുടെ ദിമയാനത്തിലായിരുന്ന ദിമേ പ്രയാസത്തിലായിരുന്ന ദിമേ സൗരഭ്യ ദിമേക്ക് പ്രാർത്ഥിച്ചു. കർത്താവെ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചു, വിടുതൽ കൽപ്പിച്ചു. കർത്താവെ ഭവനത്തെ ദിവസങ്ങൾ അനുഗ്രഹിക്കുമാണമേ. മകനെയും സ്ഥലപ്പെടുത്തുമാണമേ. ദിവസങ്ങൾ ദിവസനിധിയിലായിരിക്കാനും ജീവിതത്തിലായിരിക്കാൻ സഹായിക്കുമാണമേ. സമർപ്പിക്കുന്നു. ബലപ്പെട്ടുകൊണ്ടമേ ശക്തിയായിരിക്കുമാണമേ. പോകുന്ന മീറ്റിങ്ങിനകത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയും ദേവസ്ഥാനത്തിൽ കൂടി ഇരിക്കുമാണമേ. പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ശരിയായി ഞാൻ അറിയാം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ആമേൻ.